ഇന്നത്തെ റെസിപ്പി ഒനിയൻ പറാത്തയാണ്. അതായത് സവാള കൂടുതലായിട്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള നല്ലൊരു ഒനിയൻ പറാത്ത റെസിപ്പി. വളരെ ടേസ്റ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഇത് മതി, കറിയൊന്നും വേണ്ട. ഇതാ ചൂടോടുകൂടി തന്നെ നല്ല മെൽറ്റാകുന്ന മൊസറല്ല ചീസോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ചീസോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആക്കിയെടുക്കാം. ഇതിനി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിയിൽ ചപ്പാത്തി മാവ് കുഴച്ച് വെക്കില്ല, അതുപോലെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/2-3/4 മണിക്കൂറായിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിത് ചോപ്പറിനകത്ത് ഒരു 3 സവാള ഇട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പറിൽ ചെയ്യാനുള്ള കാരണം വളരെ കനം കുറച്ച് ഒരേ കനത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അഥവാ ചോപ്പറില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് വെക്കുക. 3 സവാള. ഇനി ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം വെന്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരേ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. 3 സവാള എടുത്തിട്ടുണ്ട്. നിറയെ സവാളയാണ് വരുന്നത്, അതുകൊണ്ടാണ് ഒനിയൻ പറാത്ത എന്ന് പറയുന്നത്. ഇത് പാല് ചേർക്കുന്നതുകൊണ്ട് ഒരു ബൈൻഡിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും, ഒരു ടേസ്റ്റും കൂടിയാണ്. പിന്നെ നല്ല ടേസ്റ്റ് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ ചെയ്യാമല്ലോ. ഇതാ കട്ടയില്ലാതെ ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിനോട്ട് കണ്ടില്ലേ നിറയെ സവാളയാണ് ചേർക്കുന്നത്. അതിനകത്തൊന്ന് 2 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയിലയാണ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർക്കുക. ഇനി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് തന്നെ കൊത്തിയരിഞ്ഞ് ചേർക്കുക. ഇനി ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങിനകത്ത് ഉപ്പ് ചേർത്താണ് വേവിച്ചത്, എങ്കിലും അതിൻ്റെ അകത്തോട്ടൊന്നും ഉപ്പ് പോയിട്ടില്ല. പിന്നെ ഈ സവാളയ്ക്കൂടെ ചേർത്ത് ഉപ്പ് ചേർക്കുക. ഇനി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് അല്പം ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇത് വീട്ടിലെ പൊടിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം പൊടിച്ചാണ്. അങ്ങനെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പാക്കറ്റ് വാങ്ങുന്ന ഗരം മസാല ചേർക്കുക. ഇത് വറുത്ത് പൊടിച്ച രസത്തിനൊക്കെ ചേർക്കുന്ന ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടി തീരെ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, വേണമെങ്കിൽ അളവ് കുറച്ച് ചേർക്കാം. പിന്നീട് ചേർത്തത് കുരുമുളക് പൊടിയാണ്. ഇനി ഒരു 1/2 സ്പൂൺ നെയ്യോ ഉരുക്കിയ ബട്ടറോ ചേർക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി എരിവിനായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗ്രീൻ ചില്ലിയുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പെപ്പർ പൊടി കൂടുതൽ ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അത് കൂടുതൽ ചേർത്തുകൊണ്ട് മറ്റേതിൻ്റെ അളവ് കുറയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചും എരിവ് ഏതാണോ വേണ്ടിയത് അത് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം പാകമാണോ എന്ന്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചത് എടുത്തിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ ചപ്പാത്തി എടുക്കുന്ന അതേ അളവിൽ തന്നെ ഉരുളകളാക്കി എടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന അതേ അളവിൽ തന്നെ അതേ കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. ഞാൻ ഇത് സ്റ്റഫ് ചെയ്തതിന് ശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പിലോട്ടാണ് മാറ്റിയെടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വിചാരിക്കും ഇത് റൗണ്ടിൽ തന്നെ ഒന്ന് സ്റ്റഫ് ചെയ്തിട്ട് ആലു പൊറോട്ട ചെയ്യുന്ന പോലെ തന്നെ റൗണ്ടിൽ ചെയ്തുകൂടെ എന്ന് ചിന്തിക്കാം. ഇത് സ്റ്റഫിങ് റൗണ്ടിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റഫ് പെട്ടെന്ന് പൊട്ടി വെളി വരും. ഒരേ അളവിൽ അകത്തിങ്ങനെ സ്റ്റഫ് സ്പ്രെഡ് ആകത്തില്ല. ആലു ആണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് സ്പ്രെഡായി പോവും. ഇത് ഒനിയനാണല്ലോ കൂടുതൽ ഇതിനകത്തുള്ളത്, ഉള്ളിയായത് കാരണം അത് പെട്ടെന്ന് പൊട്ടി വെളി വരും. അതുകൊണ്ട് ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ചപ്പാത്തി വലുപ്പത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലോട്ട് സ്റ്റഫ് വെക്കാതെ ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ടതിന് ശേഷം ഒരു സ്പാറ്റില ഉപയോഗിച്ചിട്ട് നിരത്തുവാണെങ്കിൽ ഈവനായിട്ട് നിരത്തിയെടുക്കാനായിട്ട് പറ്റും. നല്ല സ്മൂത്തായിട്ട് നിരത്താൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു ചട്ടുകം ആയാലും ഉപയോഗിച്ചാൽ മതി. ഒരുപാട് കട്ടിക്ക് വേണ്ട, തിന്നായിട്ട് തന്നെ എല്ലാ സൈഡിലും ഒരുപോലെ തന്നെ സ്പ്രെഡ് ആവണം. ഈ ചോപ്പറിനകത്ത് ഉള്ളി അരിഞ്ഞത് കാരണം ഉണ്ടല്ലോ ഒരേ കനത്തിലിരിക്കും. നമുക്കിങ്ങനെ തടസ്സങ്ങളൊന്നും വരത്തില്ല, നല്ല സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പർ വെച്ച് ഉള്ളി അരിഞ്ഞെടുക്കാനായിട്ട് നോക്കണം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റഫെല്ലാം ആ സൈഡ് ചേർത്ത് നല്ലവണ്ണം തേച്ചെടുക്കാനായിട്ട് പറ്റും. അതേസമയം ആലു പൊറോട്ട ചെയ്യുന്ന പോലെ നമ്മൾ കൊഴുക്കട്ട പോലെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ട് പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സവാള ഏറെ ഉള്ളത് കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ എൻഡിലോട്ടൊന്നും ആ ബോർഡറിലോട്ടൊന്നും സ്പ്രെഡായി പോകത്തില്ല ശരിക്കും. അത് പൊട്ടി വെളി വരും സ്റ്റഫ്. ഇനി ഇതുപോലെ നടുക്കൂന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈക്വലായിട്ട് മടക്കിയെടുക്കണം, ട്രയാങ്കിളായിട്ട് മടക്കിയെടുക്കണം. അപ്പോൾ ഈക്വലായിട്ട് വരാൻ വേണ്ടി എവിടെ കൊണ്ട് അത് എൻഡ് ചെയ്യണമെന്നൊന്ന് മനസ്സിൽ കണ്ടിട്ട് ഇതുപോലെയൊന്ന് മടക്കിയെടുക്കുക.
ഇതാ ഇതുപോലെ ഒരുപോലെ വന്നാണ്ടില്ലേ, ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം മുകളിലോട്ട് കുറച്ച് വെള്ള എള്ള ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചേർക്കുന്ന കരിഞ്ചീരകമാണ്. കരിഞ്ചീരകം ഇല്ലെന്നുണ്ടെങ്കിൽ കറുത്ത എള്ള, ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് സ്പ്രെഡ് ചെയ്യുക. ഇനി വളരെ ചെറുതായിട്ട് കൊത്തിയെറിഞ്ഞ് കുറച്ച് മല്ലിയില വിതറുക. ഇനി ഞാൻ കൊത്തിയെറിഞ്ഞ ഉള്ളി 2 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി ഇത് ഒരുപാട് പ്രസ് ചെയ്യാതെ തന്നെ ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. ആ സ്റ്റഫ് വെളി വരാതെ നോക്കണം. ഇതുപോലെ കുറച്ചുകൂടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ എടുത്ത ഒരളവ് 3 പരാത്ത ഉണ്ടാക്കാനുള്ള സ്റ്റഫ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചപ്പാത്തിയോടൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഈ ഒരു ലെയർ മാത്രമേ ചപ്പാത്തി മാവിൻ്റെ ഇടയ്ക്ക് വരുന്നുള്ളൂ. അത് നല്ല ചെറു തീയിലിട്ട് മുരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വരും. അതായത് മാവിൻ്റെ പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. കരിഞ്ചീരകം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എണ്ണയിലൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇനി ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ചേർക്കാം, അത് രണ്ടിലുമാണ് കൂടുതൽ ടേസ്റ്റ്. അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറു തീയിലിട്ട് മുരിച്ചെടുക്കണം, തീ കൂട്ടിയേ കൊടുക്കരുത്. ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേന്, അതായത് ഒന്ന് വാടി വരുമ്പോഴത്തേന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും തിരിച്ചും മറിച്ച് വിട്ടിട്ട് മുകളിലോട്ട് നെയ്യോ ബട്ടറോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് നല്ലവണ്ണം മുരിച്ചെടുക്കുക. ചെറു തീയിലിങ്ങനെ മുരിച്ചെടുക്കുന്ന സമയം കൊണ്ട് അകത്തുള്ള ഉള്ളിയെല്ലാം നല്ലവണ്ണം ഒന്ന് വാടിക്കിട്ടും. ഒരു പച്ച ടേസ്റ്റോ അങ്ങനെയൊന്നും ഉള്ളിയുടെ തരത്തില്ല. നല്ലൊരു മണമാണ്. പ്രത്യേകിച്ച് ബട്ടറിലോ നെയ്യിലോ മുരിച്ചെടുക്കുമ്പോൾ അറിയാമല്ലോ, പ്രത്യേക ഒരു മണമാണ്, കൂടെ നല്ല രുചിയുമാണ്. ഇനി അത് ഇടയ്ക്കിടയ്ക്കൊക്കെ നെയ്യ് വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പറാത്തയുടെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു 2 പറാട്ട ഉണ്ടെങ്കിൽ വയറ് ഫുള്ളാകും. അതായത് ഞാൻ നല്ലവണ്ണം മുരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പപ്സ് പോലെ ഇങ്ങനെ പൊരിഞ്ഞിരിക്കും അതിൻ്റെ ആ പുറമൊക്കെ. രണ്ട് സൈഡ് നല്ലവണ്ണം മുരിച്ചെടുത്തിട്ടുണ്ട്. അകമൊക്കെ നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. അകത്തെ ആ ഒരു ചപ്പാത്തി ലെയറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്ന പോലെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഇതുവരെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.